Hi, welcome to amiyaskitchen. ഇന്ന് നമുക്ക് പഴം ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ സ്വീറ്റ് റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടൊരു ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഇപ്പോൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഈ പഴം ഒന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 റോബസ്റ്റയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3-4 പഴം എടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള പഴമാണ്. അപ്പോൾ ഇനി പഴം അധികം പഴുത്ത് പോയെന്ന് വിചാരിച്ച് കളയാൻ നിൽക്കണ്ട. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു കപ്പോളം നല്ല കട്ടിയായിട്ടുള്ള നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കണം. നാളികേരപ്പാലിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ പാൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ബാക്കി പാലും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ പഴവും പാലും നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് ഈ ഒരു പാനിലാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത പഴത്തിൻ്റെയും പാലിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തങ്ങായിട്ട് തിളച്ച് വരുന്നവരെ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ച് തുടങ്ങിയാൽ കണ്ടിന്യൂസ് ആയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റോളം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു തിക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇത് കുക്കായിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തങ്ങായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ചേർക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അരിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അരിപ്പൊടി ചേർക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. എന്നാലും നമുക്കിത് നന്നായിട്ട് കുറച്ച് സമയം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലൊരു തിക്കായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. കുറച്ചായിട്ട് വെളിച്ചെണ്ണ ചേർത്തുമായിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഹൽവ തയ്യാറാക്കിയിട്ടുണ്ടാവും. അതിലും ടേസ്റ്റാണ് റോബസ്റ്റ് പഴം വെച്ച് ഈ രീതിയിൽ റെഡിയാക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ചക്ക വരികതൊക്കെ കഴിക്കില്ലേ, അതുപോലത്തെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ. നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്വീറ്റ് റെസിപ്പിയാണ്. കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വെളിച്ചെണ്ണ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കുക്കാകുമ്പോഴാണ് ആ രീതിയിൽ വെളിച്ചെണ്ണ പുറത്തേക്ക് വരിക. ഇനി നമുക്ക് ഇതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിയിലായിട്ട് ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, കുറച്ച് ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കിയെടുത്ത മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറിയിട്ട് വരണം. ഇപ്പോൾ ഇത് ചൂടൊക്കെ ആറി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഈസി ആയിട്ട് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്വീറ്റ് റെസിപ്പിയാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ റെസിപ്പിയുമായി കാണാം. താങ്ക്